ഹായ് എവ്രിവാൺ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളാണ്. നമ്മളിന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് എവിക്ഷൻ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന വൈൽഡ് കാർഡ് എൻട്രി, അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ ഇന്നലെ ഞാൻ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ മെയിൻ ടോപ്പിക്ക് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നോമിനേഷനിൽ ആരൊക്കെ കിടക്കുന്നത് എന്നുള്ളതാണ്. എവിക്ഷൻ നോമിനേഷനിൽ ഞാൻ ആ ഓർഡറിനനുസരിച്ചിട്ട് പറയാം, അതായത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഓർഡർ അനുസരിച്ച്. ന്യൂറ, ആദില, ബിന്നി, അഭിലാഷ്, രേണു, ഒനീൽ. ഇതിലേറ്റവും നൂറ ആദിലയുടെ ഏറ്റവും ഹൈ സ്കോർ ചെയ്തിരിക്കുന്നത്. ബിന്നി, അഭിലാഷ്, രേണു, ഒനീലിനൊക്കെ നല്ല വോട്ടിംഗ് ഉണ്ട്. അതിൽ 22,000 വോട്ടിങ്ങിനാണ് ഇവരൊക്കെ ഒന്ന് കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. പക്ഷേ 14,000 വോട്ടിന് ഏറ്റവും താഴെയാണ് നമ്മുടെ ആര്യം കിടക്കുന്നത്. ആര്യൻ അത് ചോദിച്ച് വാങ്ങിയത്. ഇത്രയും ആൾക്കാർ ഇത്രയും ഹേറ്റ്, ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യനെ ആൾക്കാർക്ക് ഇട്ട് തരണമെന്ന്. അതേപോലെ തന്നെ ഇട്ട് തന്നു. ആ ഒരു പവർ നമ്മൾ എല്ലാവരും കാണിച്ചിട്ടുമുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. 14,000 വോട്ട് മാത്രം അവന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഇതിലെന്താ എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം വരുവാണ് അല്ലെങ്കിൽ നോ എവിക്ഷൻ വീക്ക് എന്നൊക്കെ പറഞ്ഞ് ആര്യനെ സേവ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ബോറായി പോകും. കാരണം കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷനിൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അനീഷും അനുവും ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിന്ന് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയാം, ഈ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് അനീഷ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷ് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണം പറഞ്ഞു. അതായത് ഇതിനു മുമ്പും ആര്യന്റെ ഹുങ്കിനെ കുറിച്ചും കാശിന്റെ അഹങ്കാരത്തെ കുറിച്ചും ഒരു ദിവസം തുടക്ക സമയത്ത് നമ്മുടെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സാധനം അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ടിന്റെ ബലത്തിൽ ഞാൻ ഔട്ടാവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ കാശിറക്കി വോട്ട് കൂട്ടി എന്നെ വിജയിപ്പിച്ച് നിർത്തുന്നുള്ള ഒരു പ്രസ്താവന ആര്യൻ നടത്തിയതായിട്ട് അനീഷ് പറയുന്നുണ്ട്. അതിനെ ഒരുപാടൊന്നും നമ്മുടെ ആര്യൻ ഒപ്പോസ് ചെയ്യുന്നില്ല. പിന്നെ അനീഷ് ഒരു കാര്യം കള്ളത്തരമായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല അനീഷിൻ്റെത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മീൻസ് ഈ ഒരു നമ്മൾ പറയുന്നത് അട്ടിമറിയൊക്കെ ബിഗ് ബോസിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആര്യനെ സേവ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു മോശം പരിപാടിയായിരിക്കും അവിടെ നടക്കാൻ പോണത്. അപ്പോൾ എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് പോകാൻ ഉള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ തന്നെയാണ് അവിടെ. അപ്പം അതിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം എവിക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ കൺഫേം 110% വിശ്വസിച്ച് ആര്യനാണ് പോകേണ്ടത്. പക്ഷെ അതിനകത്തൊരു അട്ടിമറിയോ നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത നോമിനേഷനിലേക്ക് രണയെ തന്നെ ഇട്ട് തരും. കാരണം നമ്മൾ രണയെ അത്രത്തോളം വെറുക്കുന്നുണ്ട്. രണയെ അത്രത്തോളം വെറുക്കാനുണ്ടായ കാരണം നമ്മുടെ ബെന്നി ചൈനീസിൽ മീൻസ് ഡോക്ടർ ആവാൻ പഠിക്കാൻ പോയതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തെറിയും കൂടെ പഠിച്ചിട്ടാണ് നാട്ടിലേക്ക് എത്തിയത്. ആ നാട്ടിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്തു, അറിവ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താലേ എന്ത് ചെയ്യത്തോളൂ, നമ്മുടെ അറിവ് വളരുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, രണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിലോടുകൂടി നമ്മുടെ ഇത്രയും ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്, അല്ലെങ്കിൽ ഒരു ഷോയാണത്. അത്രയും പേർക്കാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്. ബിന്നി അറിവ് പകർന്നു കൊടുത്താൽ ഏതും പോരാത്ത രണയുടെ അടുത്തോട്ട്. എന്നിട്ട് ഇത് രണ വിളിക്കുമ്പോഴത്തേനെ വിളിക്കരുത് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അക്ബറും ശരത്തും എല്ലാവരും കൂടി രണയെ വിലക്കുന്നുണ്ട്. ആരെ വിളിക്കുമ്പോൾ? അനുവിനെ വിളിക്കുമ്പോൾ. അനുവിനെ ഞാൻ ആ തെറി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹോട്ട്സ്റ്റാർ പോലും മ്യൂട്ട് ചെയ്തൊരു തെറിയാണ്. ആ തെറി തന്നെയാണ് ഇന്നലെ ലൈവിൽ രാത്രിയിൽ നമ്മുടെ അനു മനീഷും കൂടി ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പുറത്തുള്ള വാഗ്വേയിലൂടെ ജിസയിലും രണയും കൂടി നടക്കുന്ന സമയത്ത് ഒരു 10, 15, 20 വട്ടമെങ്കിലും ഈ പെങ്കൊച്ച് അനുവിനെ ഈ തെറി വിളിച്ചിട്ടുണ്ട്. വളരെ മോശം. അത് വാ തുറക്കുന്നത് പട്ടി തെണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത് വാ തുറക്കുന്നത്. ആരും കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ രണ. ആര്യനേക്കാൾ ഒരുപടി മുമ്പിലാണ് ഇപ്പൊ രണ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര്യനെ സേഫ് ആക്കിയിട്ട് രണയെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെവിൻ, ബിന്നി, രണ ഇവർ 3 പേരുമാണ് വന്നിരിക്കുന്നത്. നെവിന് അറിയാലോ, നെവിൻ സ്വച്ഛാധിപതി നല്ല കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റീ എൻട്രിയും കൂടെ. അപ്പോൾ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബിന്നി എല്ലാ പ്രാവശ്യം നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്ബർ പ്രാവശ്യം പറഞ്ഞു ഇനി ഇവള് കളിച്ച് തോറ്റിട്ട് വരുമെങ്കിൽ ഇനി ഇവളെ നോമിനേറ്റ് ചെയ്യത്തില്ല. രണയുടെ കാര്യത്തിലാണെങ്കിൽ രണ എന്താ പറയുക, കഴിഞ്ഞ ടാസ്കിൽ രണയും ബിന്നി ഒരുമിച്ച് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു സ്വച്ഛാധിപതി ടാസ്കിൽ. അങ്ങനെയാണ് ഇവർ 3 പേരും വന്നിരിക്കുന്നത്. അതിൽ കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാനുള്ള, ഈ ഗ്രൂപ്പിസ് നല്ല രീതിയിൽ ക്യാപ്റ്റൻസിയിലായാലും ഓരോരോ ഗ്രൂപ്പ് തിരിക്കുന്നതിലായാലും എല്ലാത്തിനും കാണാനുണ്ട്. ഈ ഗ്രൂപ്പിസം കാർഡൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് കുറേ പ്രൊമോ കാർഡ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഒരു ഇതും ഇല്ല, ഒരു വാല്യൂ ഇല്ല. എന്താ പറയുക,
തികച്ചും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരുപാട് ഗ്രൂപ്പുകളായി, ഒരു വലിയ ഗ്രൂപ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് അതിനെ പൊളിക്കാൻ ഒരു ചെറിയ ഗ്രൂപ്പ്, പിന്നെ പെൺപിള്ളേരെ ഒരു ഗ്രൂപ്പ്, മൊത്തത്തിൽ അവിടെ ഗ്രൂപ്പുകളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടീസിങ് ആയി, മറ്റേ എന്താ പറയുക, കൊഞ്ഞണം കുത്ത്, തെറിവിളി, ഇതല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. ബിഗ് ബോസ് നല്ലൊരു ടാസ്ക് പോലും അവിടെ കൊടുക്കുന്നില്ല. കളിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ടാസ്ക് കൊടുക്കണം, അല്ലെങ്കിൽ ടാസ്ക് കളിച്ചിട്ടുണ്ടാവുന്ന ഗ്രഡ്ജ് നല്ല രസമായിരിക്കും കാണാൻ. പക്ഷെ ഇതൊരുമാതിരി മറ്റേ പരദൂഷണം പറയുന്നത് അപ്പുറം ഇപ്പുറം നിന്ന് പറയാം. അത് തന്നെ ഞാനും വന്നിട്ട് എൻ്റെ വീഡിയോയിൽ പറയേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നലെ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോഴാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ അനൗൺസ് ചെയ്യുന്നത് ബിഗ് ബോസ്. ഇന്ന് ആക്ച്വലി ലൈവ് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാറ്റർഡേ ലൈവ് പോവില്ലേ, അതായത് ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നടക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുക, ഉറങ്ങുക, പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വീക്കെൻഡ് വൈബായിരുന്നു തന്നിരുന്നത്. അപ്പം തന്നെ ഞാൻ ഊഹിച്ചത് എന്താ ഇങ്ങനെയെന്ന്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇന്ന് എവിക്ഷൻ്റെ ഒരു ഇതുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അത് നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. അതിൻ്റെ കൂടെ തന്നെ പ്രൊമോയും വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോയിൽ കണ്ടല്ലോ ലാലേട്ടൻ അനുവിനെയൊക്കെ ഇരുന്ന് പറയുന്നു. ഇത്രയും പേര് പറയുന്നത് കൂടാതെ ഇനിയിപ്പോൾ ലാലേട്ടനും കൂടെ പറയണം. പക്ഷെ ആ പറയുന്ന അതേ അളവിൽ തന്നെ ജിസയിലും കൊടുക്കണം. പ്രൊമോയെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പ്രൊമോയുടെ വീഡിയോകളൊന്നും ഞാൻ അങ്ങനെ പറയാത്തത്. പ്രൊമോയിൽ കാണിക്കുന്ന ഒന്ന്, നമ്മൾ കാണുന്നത് വേറൊന്നും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം ഒന്നും പറയാത്തത്. ഏതാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഏതാണ് ഹാർഷായിട്ട് പറയുന്നത്, എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് എന്തൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വൈൽഡ് കാർഡ് എൻട്രിയിൽ ഓൾറെഡി കിടക്കുന്നത് ഹെയ്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല, കാരണം ഓൾറെഡി ഒരു റെപ്രസെന്റേഷൻ അവിടെ നിപ്പുണ്ട്. പിന്നെ നെവിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്തും അത് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയ്തി കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മസ്താനിയും മെഹറും ഉണ്ടായിരുന്നു. മെഹർ എന്തായാലും പോയില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ മസ്താനി ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ജിഷിൻ മോഹൻ എന്തായാലും വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ജിഷിൻ മോഹൻ, മസ്താനി ഇവരുടെ കാര്യത്തിൽ എനിക്കറിയാം. പിന്നെ ആരാ വരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടാണ്. ജിഷിൻ മോഹൻ വരാൻ കാരണം അനു ഓൾറെഡി ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കാണാം ആരെങ്കിലും കയറ്റി വിടുന്നതാണെങ്കിലോ എന്നുള്ള ഒരു ഇത് മനസ്സിൽ പറയുന്നുണ്ട്. ജിഷിൻ മോഹൻ ഓൾറെഡി ഈ സീരിയലിലൊക്കെ ഉണ്ടായതുകൊണ്ടും ആള് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ബാലയുടെ പേര് പറയുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നോ വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എനിക്കറിയില്ല. പിന്നെ ശ്രീലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. ശ്രീലക്ഷ്മിയും വേദലക്ഷ്മിയും ഒന്നും എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. അവരൊക്കെ മോഡല് അങ്ങനെ ആക്ട്രസ് ഒക്കെയാണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര പരിചയമുള്ള ഫേസ് അല്ല. ഇനി അവർ വരുവാണെങ്കിൽ പരിചയമാവാമല്ലോ. വേദലക്ഷ്മി, പിന്നെ വ്യാസൻ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. ഇനി അഥവാ നമ്മുടെ കുന്നംകുളം രൺബീർ കപൂർ അവിടെ നിൽക്കുകയാണെങ്കിൽ മെയിനായിട്ട് വ്യാസൻ കയറണം. അതായത് വ്യാസൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുന്നംകുളം രൺബീർ കപൂറിനൊരു എന്താ പറയുക, ഒരു വെല്ലുവിളിയായിരിക്കും. വെല്ലുവിളി എന്ന് പറയാനൊന്നും പറ്റത്തില്ല. വ്യാസനെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമായിരിക്കും. ഇവന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ള ആളാണ് വ്യാസൻ എന്നുണ്ടെങ്കിൽ അത് പോയി. എന്നാലും നമുക്ക് എപ്പോഴും ആലോചിക്കല്ലോ, ഒരു കോമ്പറ്റീഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, ഒരു കുശുമ്പൊക്കെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അഥവാ നമ്മുടെ ആര്യൻ പോയില്ല എന്നുണ്ടെങ്കിൽ വ്യാസൻ കയറുന്നത് നല്ലതായിരിക്കും. പക്ഷെ മസ്താനി, ജിഷിൻ ഞാൻ ഉറപ്പിക്കുന്നുണ്ട് അവരെന്തായാലും ഉണ്ടാവും. 3 പേരാണ് ഇന്ന് വൈൽഡ് കാർഡിൽ കയറാൻ പോണത്. അപ്പോൾ ബാക്കി ഉള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ കൺഫേം ചെയ്യുന്നതായിരിക്കും ആരൊക്കെ കയറിയെന്നുള്ളത്. അപ്പോൾ എവിക്റ്റ് ആവുകയാണെങ്കിൽ ആരും തന്നെയാണ് വോട്ടിൻ്റെ പ്രകാരം എവിക്റ്റ് ആവേണ്ടത്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഞാൻ മെയിനായിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ബിഗ് ബോസ് ഇനിയും നല്ല നല്ല ടാസ്കുകൾ വരട്ടെ. നല്ല ഈ വൈൽഡ് കാർഡൊക്കെ കയറി നല്ലപോലെ കളിക്കട്ടെ. ആ ഗ്രൂപ്പൊക്കെ അടിച്ച് തകർക്കട്ടെ. അല്ലാതെ ഗ്രൂപ്പിനകത്തോട്ട് കയറി എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും അംഗം ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി 3 ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേര് കയറുമ്പോൾ 3 ഗ്രൂപ്പിലേക്ക് പോകാതെ ഈ ഗ്രൂപ്പെല്ലാം അടിച്ച് തകർത്തിട്ട് നല്ലൊരു കളി അല്ലെങ്കിൽ നല്ലൊരു ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നതല്ല, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. എന്നാലും നമുക്ക് കാര്യമുള്ളൂ, കണ്ടന്റ് നല്ലപോലെ ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ, ഒരു കാർഡും ഇറക്കാതിരിക്കട്ടെ എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ലാലേട്ടൻ എന്തായാലും വീഡിയോ കോളിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ 2-3 വട്ടം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, ബൈ ബൈ.